എനിക്ക് അജിത്ത് മാമൻ്റെ ഓരോ സംസാരം കേൾക്കുമ്പോഴേ വീഡിയോ ചെയ്യാൻ ഒരു വല്ലാത്ത ഹരം തോന്നുകയാണ്. ഈ അജിത്ത് മാമൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ സ്ഥലം പറയാൻ ശരിക്കും എനിക്ക് നാണക്കേടാണ്. കാരണം എൻ്റെ വീടിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന സ്ഥലം. വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. ആ മാന്യദേഹത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനലിൽ അജിത്ത് മാമനും നമ്മുടെ പഴയ ഈ സവാദിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഴയ കേസ് കൊടുത്ത പെൺകുട്ടിയും ഒപ്പം രാഹുൽ ഈശ്വറും പിന്നെ ഒരു വ്ളോഗർ, അദ്ദേഹത്തിൻ്റെ പേര് ഗോകുൽ എന്നാണെന്ന് തോന്നുന്നു, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ അജിത്ത് മാമൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് കേട്ടപ്പോൾ ശരിക്കും ചിരിക്കണോ അതോ പുച്ഛിച്ച് കളയണോ എന്നൊക്കെ തോന്നിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതേക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാം, നമുക്കത് കേട്ടുകൊണ്ട് വേണം സംസാരിക്കാൻ. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കയറി കാണാനും പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ അജിത്ത് മാമനും അതുപോലെ ആ പെൺകുട്ടി, ഞാൻ ആ പെൺകുട്ടിയുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന പേര് തന്നെയാണ്, പക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ടൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അന്ന് ഇതാ ഇപ്പോൾ ആദ്യത്തെ ഇഷ്യൂ നടന്ന പെൺകുട്ടി നന്ദിത ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നന്ദിത അന്ന് വന്ന് പറഞ്ഞ ബോഡി ലാംഗ്വേജ് ഇതല്ലായിരുന്നു, അതാദ്യം മനസ്സിലാക്കണം. അന്ന് പറയുകയും അന്ന് ഈ കുട്ടിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ദിവസം ഏത് ആരോപണം ഉന്നയിച്ചാലും അതിനെക്കുറിച്ചൊന്ന് പഠിക്കും, പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളൂ. അതാണ്. അപ്പോൾ അജിത്ത് മാമൻ പറയുന്നത് വേറൊന്നുമല്ല, 2 വർഷം മുൻപ് ഈ പറയുന്ന പെൺകുട്ടി വന്ന് ഈ സവാദിനെതിരെ സംസാരിച്ചപ്പോൾ ഇപ്പം ഇരിക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് അല്ല. എനിക്കൊരു മോശമായ അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ വന്നിരുന്ന് ഭയങ്കര ബോൾഡായിട്ട് ഒന്നും സംസാരിച്ചു എന്ന് വരില്ല. ആ ഒരു ഇമോഷൻ്റെ പുറത്തേക്കായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിയുമ്പോൾ ആ 2 വർഷം കൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ആ കുട്ടി ലൈഫിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഫേസ് ചെയ്ത ഒരു ട്രോമ, സൈബർ ബുള്ളിയിങ്, വെർബൽ ഒരു വേർഡ് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഫേസ് ചെയ്ത് വന്നൊരു പെൺകുട്ടി ആകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ബോൾഡ്നെസ് കൂടും, നിലവിലുണ്ടായിരുന്നതിനേക്കാളും ബോൾഡ്നെസ് കൂടും. അതാണ് ആ കുട്ടി ഇപ്പം സംസാരിക്കുന്നത്. അജിത്ത് മാമൻ അതങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്താണ് ശരിക്കും അജിത്ത് മാമൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒരു സിനിമയുണ്ട്, ഈ അടുത്ത കാലത്ത് നിന്നാണ് സിനിമയുടെ പേര്, മുരളി ഗോപിയുടെ ഒരു കഥാപാത്രമുണ്ട്, അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചൊരു കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഭാര്യനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പകരം അയാൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ചില മാസികകൾ അല്ലെങ്കിൽ ചില വീക്ക്ലികളൊക്കെ വായിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിലെ പിക്ചേഴ്സ് കണ്ടിട്ടാണ്. അതിന് കാരണം കുറേ കാലം മുൻപ് ഇദ്ദേഹം ഒരു പബ്ബിൽ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ഇദ്ദേഹത്തിൻ്റെ അസ്ഥാനത്ത് ഒരു ചവിട്ട് കൊടുത്തു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു വൈകല്യമുള്ളത്. എന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു വൈകല്യം അജിത്ത് മാമൻ ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഇദ്ദേഹത്തിന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഹാലിളകിയ ഒരു പ്രതീതിയാണ്, ഒരാളെ അങ്ങോട്ട് കണ്ണി പിടിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി വന്നിരുന്ന് ബോൾഡായിട്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിന് അങ്ങോട്ട് ദഹിക്കുന്നില്ല. പറയുകയും അന്ന് ഈ കുട്ടിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ദിവസം ഏത് ആരോപണം ഉന്നയിച്ചാലും അതിനെക്കുറിച്ചൊന്ന് പഠിക്കും, പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ സംഘടന ഉണ്ടായിരുന്നത്. ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഓൾ കേരള മെൻസ് അസോസിയേഷൻ, പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഘടന. അതിൽ ഇയാൾ പറയുന്നൊരു കാര്യം, ഈ 2 വർഷം മുൻപുണ്ടായ ആ സംഭവത്തിൽ ആദ്യത്തെ 2 ദിവസം ഈ സംഘടന ഈ പെൺകുട്ടിക്കൊപ്പമായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് ചിന്തിച്ച വേറൊരു പോയിന്റ് ഉണ്ട്. ഒരു ദിവസം മുൻപ് ജാങ്കോ സ്പേസിലാണെന്ന് തോന്നുന്നു, ഒരു ഇൻ്റർവ്യൂവർ ഈ അജിത് കുമാറിനെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്തപ്പോഴും ഇയാൾ ഇതേ വാചകം പറഞ്ഞു. ആ ഇഷ്യൂ ഉണ്ടായി ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ ആ പെൺകുട്ടിയുടെ കൂടെയായിരുന്നു, വേറെ ഒരു തെറ്റായ ആരോപണങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല ആ പെൺകുട്ടിക്കെതിരായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഇൻ്റർവ്യൂവർ ചോദിക്കണ്ടായിരുന്നു, ഈ 2 ദിവസം നിങ്ങൾ ഈ പെൺകുട്ടിയുടെ കൂടെയായിരുന്നു എന്ന് പറയുന്നു, ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്? ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിച്ചോ? എവിടെയെങ്കിലും ഏതെങ്കിലും മീഡിയയിൽ സംസാരിച്ചോ? അപ്പോൾ അയാൾ പറയുന്നു, ഇല്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റുമായിട്ട് പോയോ? ഇല്ല, ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് പോയില്ല. പിന്നെ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത്? ഞങ്ങൾ ആ കുട്ടിക്കെതിരെ സംസാരിച്ചില്ല. ഇയാൾ പറയുന്ന മറുപടിയാണ്. അപ്പോൾ ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇവർ ഒരാൾക്കെതിരെ സംസാരിച്ചാൽ മാത്രമേ ഇവർ രംഗത്തിറങ്ങി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ അന്ന് അനുകൂലിച്ചില്ല, പ്രതികൂലിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ കുട്ടിയുടെ കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കാണ് മിസ്റ്റർ വട്ടിയൂർക്കാവ് അജിത് കുമാർ താങ്കൾ പറയുന്ന കാര്യത്തിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി കേൾക്കാം. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, പ്രത്യേകിച്ച് ഒരു ഇത്രയും ഒരു ഇഷ്യൂ നടന്ന ഒരു പെൺകുട്ടി വന്ന് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഐ ഡി വെച്ചിട്ട് വേറൊരു ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ആക്ഷൻ ഒരിക്കലും
കാണിക്കാൻ പാടില്ല. ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തൊരു കേസാണ്. ആക്ഷനൊക്കെ ഓ, അപ്പോൾ പൊതുസമൂഹത്തിൽ ആക്ഷൻ കാണിക്കാൻ പാടില്ല, പക്ഷേ സിബ് തുറന്ന് അവൻ്റെ അത് കാണിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ? ആക്ഷൻ കാണിക്കാൻ പാടില്ല. പെൺകുട്ടി വന്നിരുന്ന് ആക്ഷൻ കാണിച്ചാണ് കുറ്റമായി പോയത്. പക്ഷേ ആ മറ്റവൻ കാണിച്ച ആ ചെയ്ത് കാണിക്കുന്നതിന് കുഴപ്പമില്ല. അവൻ കുറ്റാരോപിതനാണ്, കുറ്റക്കാരനല്ല എന്നാണ് ഈ അജിത് കുമാർ പറഞ്ഞു വെക്കുന്നത്. ഈ കുട്ടി വിത്ത് പ്രൂഫ് ആ അന്നത്തെ തെളിവ് സഹിതം വീഡിയോ സഹിതം കാണിച്ചിട്ടും ഇയാൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അന്ന് ആ പെൺകുട്ടിയെ എല്ലാവരും സൈബർ ബുള്ളിങ് ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് ആ ഇൻസ്റ്റഗ്രാം ID എന്തോ പറയുകയും അതിലേക്ക് ഫോളോ ചെയ്യണമെന്നോ അങ്ങനെ എന്തോ എന്തൊരു വാക്ക് ഉപയോഗിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെന്ന് എനിക്ക് അറിയില്ല. അതിൻ്റെ പേരിലാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഇപ്പം ഞാൻ ഉൾപ്പെടെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ആ ഒരു കാര്യത്തിലാണ്. ഒരു റീച്ചിന് വേണ്ടിയാണോ ഇത്ര ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണോ? അതിനുശേഷം അതിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചൊരു ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അജിത് മാമന് ഈ പെൺകുട്ടി അന്ന് ചെയ്തതൊക്കെ തെറ്റായിരുന്നു. സവാദിനെ വെള്ളപൂശിയേ പറ്റൂ. ആ പെൺകുട്ടി കേസ് കൊടുത്തു. ദിവസങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി ഇവനെ റിമാൻഡ് ചെയ്യുന്നു. ഈ റിമാൻഡ് ചെയ്യണമെങ്കിൽ അതിന് കാരണം എന്താണ്? കുറ്റം ആരോപിക്കപ്പെട്ടാൽ മാത്രമാണ് റിമാൻഡ് ചെയ്യുന്നത്. അവനത് ചെയ്തിട്ടില്ല എന്ന് ആ സമയത്ത് തെളിയിക്കാൻ പറ്റിയില്ല. സോ റിമാൻഡ് ചെയ്തു. അവനിപ്പോൾ ജയിലിലാണ്. എന്നിട്ടും ഇയാൾ പറയുന്നത് അവൻ കുറ്റക്കാരനല്ല, അവൻ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി മാത്രമാണ്, കുറ്റാരോപിതനായിട്ടാണ് ജയിലിൽ പോയിരിക്കുന്നത്, കുറ്റക്കാരനായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സൈബർ ബുള്ളിങ് നേരിട്ടതെന്ന്? നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തികളും അതിന് ഉത്തരം പറയേണ്ടതാണ്. ശരിയല്ലേ? അല്ല, ആ കുട്ടിയുടെ ചോദ്യം വാലിഡ് അല്ലേ? 2 വർഷം ആ കുട്ടിയുടെ പ്രൊഫൈലിൽ ഓരോ ആളുകളും പോയിട്ട് നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ, നീ അത് ചെയ്യുന്നല്ലേ, നീ ഇത് ചെയ്യുന്നില്ല, നീ മോഡലിംഗ് ചെയ്യുന്നില്ല, നിന്റെ ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഈ കുട്ടിയുടെ വാക്കിൽ പറയുന്നത് വെർബൽ ആ ഒരു കാര്യം വരെ ആ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായ ഓരോ വ്യക്തികളും ഈ പെൺകുട്ടിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആണോ അല്ലയോ? നിങ്ങൾ പറയണം. നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ പറയുന്ന കാര്യം വെച്ചിട്ടാണെങ്കിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടീനെ കഴിഞ്ഞ 2 വർഷമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്തത്? ഞാൻ ആണിനെതിരല്ല, ഞാൻ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നുമല്ല. എനിക്ക് ഏത് ന്യായം തോന്നുന്നു അത് ഞാൻ സംസാരിക്കും. ബാക്കി കേൾക്കാം. പോലെ ഹാപ്പി ആയിട്ട് വന്നിരുന്നാണ് വീഡിയോ ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തോന്നി. ഇപ്പൊ നടന്ന മലപ്പുറം ബസ്സിൽ വെച്ച് നടന്നിട്ടുള്ള കേസ് ജെന്യൂൻ കേസാണെങ്കിൽ ആരാണെന്ന് നമുക്കറിയില്ല. ഏത് പെൺകുട്ടിയാണ്, അവൾക്ക് പീഡനം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്നൊന്നും നമുക്കറിയില്ല. പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞില്ല. ആരാണെന്ന് അറിഞ്ഞ ഇയാൾ കുറേ മറിച്ചേനെ. ആരാണെന്ന് അറിയിച്ച പെൺകുട്ടിയെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ടീമിൻ്റെയൊക്കെ മുന്നിലാണ് ഇപ്പം നടന്ന ഇഷ്യൂവിൽ ആ പെൺകുട്ടി, ആ വ്യക്തിമായ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? നന്നായിരിക്കും. അതിനൊക്കെ പച്ചയ്ക്ക് തിന്നുവനൊക്കെ പച്ചയ്ക്ക്. അങ്ങനെ പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സവാദ് പ്രതിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ശിക്ഷിക്കണം. അതിന് ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് പൂമാല ഇടുവാനോ അദ്ദേഹത്തിന് അങ്ങനെ അല്ലല്ലോ കഴിഞ്ഞ ദിവസം അജിത് മാമൻ പറഞ്ഞത്. പൂമാല ഇടേണ്ടി വന്നാൽ പൂമാല ഇടുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ഒരു കോൺഫിഡൻസ് ഇപ്പം അങ്ങോട്ട് കാണുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അന്ന് പൂമാല ഇടേണ്ടി വന്നാൽ പൂമാല ഇടും എന്നാണ് ഫസ്റ്റ് ഡേ പറഞ്ഞത്. ദിവസം പോകുന്തോറും എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറയുന്നോ? സംശയം വരുന്നോ അവൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ? ഒരു ചെറിയൊരു ഉള്ളിലൊരു ലാഞ്ചന നടക്കുന്ന പോലെ. പോലീസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ഇതിൽ കോടതി ഇടപെടുകയും ഇതിനു മുൻപ് കർശന ഉപാധികളോടെ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ട ഒരാളാണ്. അവിടെയും നിങ്ങൾ അയാൾ നിഷ്കളങ്കനാണെന്ന് പറയുകയാണ്. പിന്നെ നിങ്ങൾ ആരിലാണ് വിശ്വാസം അർപ്പിക്കുന്നത് ശ്രീ അജിത് വട്ടിയൂർക്കാവ്? ഇപ്പൊ ഇവിടെ താങ്കൾ പറയുന്നത് ഈ പെൺകുട്ടി ആരാണെന്ന് അറിയില്ല എന്നതാണ്. ആദ്യ കേസിൽ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞു, അപ്പൊ പെൺകുട്ടി ഒരു ആക്ഷൻ കാണിച്ചു എന്നുള്ളതായി പ്രശ്നം. ഇവിടെ പെൺകുട്ടി ആരെന്ന് അറിയില്ല. ഇനി ഇത്രയും ദിവസത്തിന് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നതെന്നുള്ളതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. ഇത് 14-ാം തീയതി തന്നെ ആ പെൺകുട്ടി പരാതി നൽകിയതാണ്. ആ ദിവസം അയാളെ പിടികൂടാൻ ശ്രമിച്ചു, പക്ഷേ അയാൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് പോലീസ് പിന്തുടർന്ന് ഇയാൾ പിടിയിലായത് ഇന്നലെയാണ് എന്നുള്ളതാണ് ഈ വാർത്ത ഇന്നലെ പുറത്തു വരുന്നത്. അജിത് വട്ടിയൂർക്കാവ് അപ്പൊ പിന്നെ അവിടെ എന്താണ് താങ്കളുടെ പ്രശ്നം? താങ്കളുടെ പ്രശ്നം എന്താണ് ഇവിടെ? വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ പ്രശ്നം ഒന്ന്, കഴിഞ്ഞ 2 വർഷം മുന്നേ നടന്ന ഇൻസിഡന്റിൽ അവൻ ഈസി ആയിട്ട് പുറത്തേക്ക് വന്നു, ജാമ്യം കിട്ടി, പുറത്ത് വന്നു, ഉപാധികളോടെ ജാമ്യം കിട്ടി, പുറത്ത് വന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ്, ഒരു ഓവർ കോൺഫിഡൻസ് വന്നു. ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും. പക്ഷേ അവിടെ തിരിച്ചറിയാതെ പോയത് സവാദിനെയായിരുന്നു. അവൻ എത്രക്കാരനാണ് എന്നുള്ളത് തിരിച്ചറിയാതെ പോയി.
ഈ 2 വർഷത്തിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഈ 2 വർഷത്തിനിടയ്ക്ക് ഇവൻ എത്ര ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പലരും പുറത്ത് പറയാത്തതായിരിക്കും. 2 വർഷമെടുത്തു അത് പുറത്തേക്ക് വരാനായിട്ട്. എൻ്റെ അന്ന് എതിർത്ത സവാദ് ഇപ്പോൾ ഈ മീഡിയയിൽ പലപ്പോഴും കാണിക്കുന്നുണ്ട് അവനെ കൈവിലങ്ങിട്ട് കൊണ്ടുപോകുന്നത്. എന്തേ എതിർക്കുന്നില്ല? ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനത് നിഷേധിക്കില്ലായിരുന്നോ? നിഷേധിച്ചോ? നിഷേധിച്ചതായിട്ട് എവിടെയും കണ്ടില്ല. അപ്പോൾ അജിത് മാമൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടി ആരാണെന്ന് അറിയുന്നില്ല. കഴിഞ്ഞ പെൺകുട്ടി 2 വർഷം ഇപ്പുറം വന്നിരുന്നിട്ട് കുറച്ചുകൂടെ ബോൾഡായിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെയാണ് മാമൻ്റെ പ്രശ്നം. ഈ പ്രശ്നം മാറ്റണമെങ്കിൽ മാമന് ചോറൊന്നും കഴിച്ചാൽ പോരാ, വേറെ പലതും കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ കഴിപ്പിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ മാമൻ്റെ ഈ ചൊറിച്ചിൽ മാറുള്ളൂ. ചില ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുന്നു. ആ സംഘടനയുടെ തലപ്പത്ത് കയറി ഇരുന്നിട്ട് കുറേ ഗീർവാണങ്ങൾ അടിക്കുന്നു. അതല്ലാതെ ഇതിനകത്ത് യാതൊരു കഥയുമില്ല. എങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ ഇയാളുടെയൊക്കെ കൂടെ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കേണ്ടി വരുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ ബോധമുള്ളൊരു വ്യക്തിയായിട്ടാണ് രാഹുൽ ഈശ്വറിനെ ഞാൻ കാണുന്നത്. ഈ മണ്ടൻ്റെയൊക്കെ കൂടെ എങ്ങനെയാണ് നടക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ ഈ പെൺകുട്ടി ആരാണെന്ന് ഇനി അറിയില്ല, അതാണോ താങ്കളുടെ പ്രശ്നം? അയാൾ പ്രതിയല്ല, പ്രതി ആയതിനു ശേഷമല്ല ഇദ്ദേഹത്തെ അന്വേഷിച്ചത്. അയാൾ പ്രതിയാണ്. കോടതി കണ്ടെത്തുമ്പോഴാണ് അദ്ദേഹം പ്രതിയാവുന്നത്. ഇപ്പോൾ ആരോപണ വിധേയൻ, അത്രയും മാത്രം പറഞ്ഞാൽ. ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ അവൻ ആരോപണ വിധേയനാണ്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ അവനെതിരെ കേസ് കൊടുത്തു, അവനെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, അവൻ ആരോപണ വിധേയനാണ്. ചോദ്യം ആവർത്തിക്കുകയാണ്, എന്ത് കുറ്റം ചെയ്തിട്ടാണ്, ഏത് കോടതി പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പെൺകുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് കോടതി പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ കഴിഞ്ഞ 2 വർഷമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്? അതിന് വട്ടിയൂർക്കാവ് അജിത് കുമാർ മറുപടി പറഞ്ഞേ പറ്റൂ. താങ്കളും താങ്കളുടെ ആളുകളും ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റി കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പെൺകുട്ടിയെ എന്ത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്? പറയണം. അയാളെ വിക്ടമും എന്നെ അബ്യൂസറും ആക്കി മാറ്റിയത് മിസ്റ്റർ അജിത് വട്ടിയൂർക്കാവ്. നിങ്ങൾ അത് ചെയ്തത് കോടതി തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണോ? ആ പൂമാലയിട്ട് സ്വീകരിച്ചത് കോടതി തീരുമാനിച്ചിട്ടാണോ? നിങ്ങൾ പറഞ്ഞു കുറച്ചു നേരം മുന്നേ എന്റെ ബോഡി ലാംഗ്വേജ് ഇപ്പോഴും അപ്പോഴും വ്യത്യാസമുണ്ടായിരുന്നു എന്ന്. അന്ന് ഐ വാസ് എ ഗേൾ ഹു വാസ് അസോൾട്ടഡ് ഇൻ എ മൂവിംഗ് ബസ് ഫോർ ഒരു 6 minutes എവറി ഡേ ഇൻ ദ ന്യൂസ് കാണുന്നതാണ് സെക്ഷുവൽ അസോൾട്ടുകൾ, സെക്ഷുവൽ അബ്യൂസുകൾ. എനിക്കത് വളരെ കോമൺ ആയി പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ദി അസോൾട്ട് വാസ് കോമൺ ബിക്കോസ് റൈറ്റ് നൗ അത് കോമൺ ആണ്. ഈ ലോകത്ത് ഈ ഒരു സമയത്ത് അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അസോൾട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് 2 വർഷമായി നിരന്തരം എല്ലാ ദിവസവും സൈബർ അബ്യൂസ് ചെയ്യപ്പെട്ട, വെർബലി റേപ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. വെർബലി റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയായിട്ട്. അന്നുണ്ടായിരുന്ന എന്റെ ബോഡി ലാംഗ്വേജ് അല്ല ഇന്നുണ്ടാവുക. ഈ റേപ്പ് എന്ന് പറയുന്ന റേപ്പിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? വെർബലി റേപ്പ്, റേപ്പ് ചെയ്തു എന്ന് പറയുന്നത്. അജിത് മാമ, ആ ഒരു വാക്കിന് ആ ഒരു അർത്ഥമല്ല ഉള്ളത്. അതിനെ മുന്നൊരു വാക്കൂടെ പറഞ്ഞ കുട്ടി, വെർബലി ഡാഷ്. അപ്പോ ഈ വാക്കിന്, ഞാൻ ആ വാക്ക് പറയുന്നില്ല, ആ വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ അജിത് മാമൻ്റെ ഡിക്ഷണറിക്കകത്തെങ്കിൽ താങ്കളുടെ അവസ്ഥയെ ഓർത്ത് പശ്ചാത്താപം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. കഷ്ടമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എനിവേ, ഇത് കുറച്ചുകൂടി നീണ്ടു പോകുന്നൊരു ഡിബേറ്റ് ആയിരുന്നു. അതിനകത്ത് ചില പോർഷൻസാണ് ഞാനെടുത്ത് വെച്ചത്. അപ്പോൾ അജിത് മാമൻ്റെ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷനാണ്. ഭാര്യയ്ക്കും അമ്മയ്ക്കും എതിരെ വരെ കൊട്ടേഷൻ കൊടുത്ത ടീമാണ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി ഈ പറയുന്ന സവാദ് അടുത്ത ദിവസം ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ജാമ്യം കിട്ടരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറങ്ങുകയാണെങ്കിൽ ഇവനൊക്കെ വീണ്ടും ചെല്ലും ഈ പറയുന്ന പൂമാലയും ജണ്ടുമാലയും ഒക്കെ കൊണ്ട്. ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി കുറേ എണ്ണം. അതാണ് ഈ കാണുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാർ. ആ സ്ഥലത്തിൻ്റെ പേര് പോലും പറയാൻ എനിക്ക് നാണക്കേട് തോന്നുകയാണ്, നാട്ടിലുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇയാളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം, എന്നാലും എന്തെങ്കിലുമൊക്കെ എഴുതിയിടുക. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.